തൈറോയ്ഡ് ഗ്രന്ഥിയിലെ വളർച്ചകൾ, അതായത് മുഴകൾ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്നും, അതായത് ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ പ്യൂബർട്ടിക് ഗോയിറ്റർ എന്നതിൽ നിന്നും വ്യത്യസ്തമായി, അതായത് പാത്തോളജിക്കലായിട്ട് ഉണ്ടാകുന്ന, അതായത് നമ്മൾക്കൊരു രോഗാവസ്ഥ എന്നുള്ള നിലയിൽ മുഴകൾ ഉണ്ടാകുമ്പോഴാണ് അതിനെ നമ്മൾ സാധാരണഗതിയിൽ നോഡ്യൂൾസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന നോഡ്യൂൾസുകൾ, അതായത് മുഴകൾ അല്ലെങ്കിൽ കല്ലിപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പഴം, അതേപോലെ തന്നെ മാങ്ങ തുടങ്ങിയ ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുമ്പോൾ ആ കഴിച്ചു വരുന്ന ഭാഗങ്ങൾ ചില പ്രത്യേക ഭാഗങ്ങളിലൊരു കല്ലിപ്പ് പോലെ കാണുന്നുണ്ടല്ലോ. ഇങ്ങനെയുള്ള കല്ലിപ്പുകൾ നമ്മളുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിലും ഉണ്ടാകുന്നു. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള കല്ലിപ്പുകൾ അത് പൊതുവേ ഉള്ള ഒരു വളർച്ചയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു കല്ലിപ്പാണെങ്കിൽ ഇങ്ങനെയുള്ള തൈറോയ്ഡ് ഗ്രന്ഥിയിലുള്ള മുഴകളെ സോളിറ്ററി നോഡ്യൂളാർ ഗോയിറ്റർ എന്നും, അതല്ല അവിടവിടങ്ങളായിട്ട്, എന്ന് വെച്ചാൽ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ പല ഭാഗങ്ങളിലായിട്ട് ഒന്നിലധികം കല്ലിപ്പുകൾ, അതായത് മുഴകൾ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള മുഴകളെയാണ് മൾട്ടി നോഡ്യൂളാർ ഗോയിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൾട്ടി നോഡ്യൂളാർ ഗോയിറ്റർ അല്ലെങ്കിൽ സോളിറ്ററി നോഡ്യൂളാർ ഗോയിറ്റർ എന്നത് കണ്ടതുകൊണ്ട് അത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ വിശദമാക്കുന്നില്ല അല്ലെങ്കിൽ വ്യക്തമാക്കുന്നില്ല. എന്നാൽ ചില വ്യക്തികളിൽ തൈറോയ്ഡ് ഗ്രന്ഥിയിലെ വളർച്ചയുണ്ടെങ്കിൽ തന്നെയും അവരുടെ ഹോർമോൺ നില പരിശോധിക്കുമ്പോൾ അത് തുല്യമായ, അതായത് തൃപ്തികരമായിട്ടുള്ള ഒരവസ്ഥയിൽ എല്ലാ രീതിയിലുള്ള തൈറോയ്ഡ് ഹോർമോണുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളെ നമ്മൾക്ക് യൂതൈറോയിഡ് ഗോയിറ്റർ എന്ന് നമ്മൾക്ക് വിവക്ഷിക്കാം. ആ സ്ഥാനത്ത് തൈറോയ്ഡ് ഗ്രന്ഥിയിലുള്ള മുഴകൾ, ചില മുഴകൾ അമിതമായി പ്രവർത്തിക്കുകയും അതിൻ്റെ ഫലമായിട്ട് കൂടുതൽ തൈറോയ്ഡ് ഹോർമോണുകളെ രക്തത്തിലേക്ക് കലർത്തുകയും ചെയ്യുന്ന ഒരു ഹൈപ്പർ തൈറോയ്ഡ് സ്റ്റേറ്റ് ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കൂടുതൽ ഹോർമോണുകൾ നമ്മളുടെ അടിസ്ഥാന അവയവങ്ങളായിട്ടുള്ള ഹൃദയം, തലച്ചോറ്, നാഡികൾ, രക്തക്കുഴലുകൾ, മസിലുകൾ, എല്ലുകൾ, ഇങ്ങനെയുള്ള ഓരോ കോശങ്ങൾക്കും നാശകരമായ രീതിയിൽ പ്രവർത്തിക്കാൻ നിർബന്ധിതമാക്കുന്ന ഒരവസ്ഥയെ നമ്മൾക്ക് അങ്ങനെയുള്ളതിനെ ടോക്സിക് നോഡ്യൂളാർ ഗോയിറ്റർ എന്നും പറയാം. അതുപോലെ തന്നെ ഈ പറയുന്ന മുഴകൾ, ചിലപ്പോൾ മുഴകൾ ഉണ്ടെങ്കിൽ തന്നെയും തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനാവാതെ ഒരു മിതമായ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവിലുള്ള തൈറോയ്ഡ് ഹോർമോണുകൾ മാത്രം രക്തത്തിൽ കലർത്തിവിടുന്നു. അതായത് ഇങ്ങനെയുള്ള രോഗികളിൽ നമ്മൾ രക്തം പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന ഹോർമോണുകളുടെ അളവ് കുറഞ്ഞ് ഒരു ഹൈപ്പോ തൈറോയിഡ് എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സാധാരണഗതിയിലുള്ള ഒരു വശം, അല്ലെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുകയാണെന്ന് വെച്ചാൽ, നമ്മളുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിലുള്ള ഹോർമോണുകൾ, അതായത് പ്രത്യേകിച്ചും T3, T4 എന്ന് പറയുന്ന ഹോർമോണുകൾ നമ്മളുടെ തൈറോയ്ഡ് ഗ്രന്ഥി നിർമ്മിക്കുന്നത് നമ്മളുടെ തലച്ചോറിനുള്ളിലുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ന് പറയുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും റിലീസ് ചെയ്യുന്ന തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ്. അതായത് നമ്മളുടെ ശരീരത്തിൽ തൈറോയ്ഡ് ഹോർമോണുകൾ കുറവാണെങ്കിൽ കൂടുതലായിട്ട് TSH എന്ന് പറയുന്ന ഹോർമോൺ നമ്മളുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വരികയും അതിനനുസരിച്ചുള്ള ഹോർമോൺ ഉൽപ്പാദനം കൂട്ടുകയും ചെയ്യുന്നു. ആ സ്ഥാനത്ത് നമ്മളുടെ രക്തത്തിൽ ഈ പറയുന്ന T3 and T4 എന്ന് പറയുന്ന ഹോർമോണുകൾ കൂടുതലാണെങ്കിൽ അതേപോലെ തന്നെ TSH എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞു വരിക്കും. അപ്പോൾ ഇതിൽ നിന്നും തന്നെ നമ്മൾക്ക് വ്യക്തമായിട്ട് ഈ പറയുന്ന രീതിയിലുള്ള തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നും വരുന്ന TSH എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവിനെയും അതിൻ്റെ നിർദ്ദേശങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് മനസ്സിലായല്ലോ. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ നോഡ്യൂളുകൾ, അതും നോഡ്യൂളുകളിൽ തന്നെ പ്രത്യേകിച്ചും ഹൈപ്പർ തൈറോയ്ഡ് സ്റ്റേറ്റിൽ ഉള്ള നോഡ്യൂളുകൾ ഇവിടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ നിർദ്ദേശങ്ങൾക്കോ അതുപോലെ തന്നെ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ നിർദ്ദേശങ്ങൾക്കോ അനുസരിച്ച് അല്ലാതെ സ്വതന്ത്രമായിട്ടുള്ള രീതിയിൽ, അതായത് ഒരു ഓട്ടോണോമസ് എന്നുള്ള രീതിയിൽ, ഒരു താന്തോന്നി എന്നുള്ള നിലയിൽ ഒരു അൺകൺട്രോളായിട്ട് അമിതമായി പ്രവർത്തിക്കുന്ന ഒരവസ്ഥയാണ് ഹൈപ്പർ തൈറോയ്ഡ് സ്റ്റേജിൽ ഉണ്ടാകുന്നത്.